എല്ലാവർക്കും ജെ ഗാർഡൻ ലീവ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് എല്ലാ ചെടികൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു വളത്തിന്റെ വിശേഷങ്ങളാണ്. അത് ഞാൻ ഇവിടെ തയ്യാറാക്കിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് എത്ര വീതമാണ് നമുക്കിപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനായാലും നമ്മുടെ ഓർക്കിഡുകളായാലും എല്ലാ പൂച്ചെടികൾക്കും എല്ലാം നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അത് എത്ര വീതം ഉപയോഗിക്കണമെന്നും അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാം ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മളിവിടെ തയ്യാറാക്കിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് എല്ലാ ചെടികൾക്കും യാതൊരുവിധ സൈഡ് എഫക്റ്റും ഒന്നും ഉണ്ടാവത്തില്ല. ഏത് ചെടികൾക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഓരോ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലല്ല നമ്മൾ പൂച്ചെടികൾക്ക് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. അതെന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 ലിറ്റർ വെള്ളം, ഫിഷമന ആസിഡ് 2 ml. അത് തെറ്റിപ്പോകരുത്. നമ്മൾ ഫിഷമന ആസിഡ് ചെടികൾക്ക് പൂച്ചെടികൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ 2 ml 1 ലിറ്റർ വെള്ളത്തിലാണ്. പിന്നെ നമുക്കത് സ്പ്രേ ചെയ്യാനുള്ള ഒരു സ്പ്രേയർ. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഈ ഫിഷമന ആസിഡ് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്ക് ഈ സ്പ്രേയറിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാ ചെടികൾക്കും നമുക്ക് ഇത് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കണ്ടില്ലേ, നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ ഹെൽത്തി ആയിട്ട് അതിൻ്റെ ലീഫെല്ലാം വരികയും നല്ല ബുഷായിട്ട് വളർന്നു വരികയും നല്ല ആരോഗ്യത്തോടെ നമ്മുടെ ചെടികൾ നിൽക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫിഷമിനോ ആസിഡ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളം ചേർക്കാതെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അത് സൂക്ഷിച്ചു വെച്ചിരുന്നാൽ ഇതുപോലെ നമുക്ക് എല്ലാ ചെടികൾക്കും ഇൻഡോർ പ്ലാന്റ്സിനും എല്ലാം നല്ലപോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പച്ചക്കറികൾക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള പൂച്ചെടികൾക്കും എല്ലാം നല്ല ഒരു ഹോർമോണായിട്ടും നല്ല ഒരു പ്ലാന്റ് ബൂസ്റ്ററായിട്ടും എല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, നമ്മളത് ഉപയോഗിക്കുന്ന പ്ലാന്റ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റും വീട്ടിൽ. ഇത് നമുക്ക് എല്ലാ പൂച്ചെടികൾക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇൻഡോർ പ്ലാന്റ്സിനും നമ്മുടെ ഓർക്കിഡിനും എല്ലാത്തിനും, റോസയ്ക്കും എല്ലാ ചെടികൾക്കും നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 2 ml മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ പ്ലാന്റ് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ട് വളരുവാനും എല്ലാം ഇതുകൊണ്ട് സാധിക്കും. 10 ദിവസം ഇടവിട്ട് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നല്ലൊരു ജൈവ കീടനാശിനിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ചെടികൾ കീടങ്ങൾ വന്നിരിക്കാനോ നശിപ്പിച്ച് കളയാതിരിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കി ഇടുക. ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം.